ഹായ് ഫ്രണ്ട്സ്, വി എസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കൺവെക്ഷൻ മൈക്രോവേവിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ മൈക്രോവേവ് വന്നിട്ട് എൽ ജിയുടെ കൺവെക്ഷൻ മൈക്രോവേവ് പ്ലസ് റൊട്ടേസറി ഫീച്ചറുള്ളൊരു മൈക്രോവേവ് ആണ്. ഇത് എൽ ജിയുടെ മോഡൽ വന്നിട്ട് യുടെ മൈക്രോവേവിൻ്റെ മോഡൽ വന്നിട്ട് MC2886 SFU മോഡലാണ്. ഈ മൈക്രോവേവിൽ വന്നിട്ട് നിങ്ങൾക്ക് മൈക്രോവേവ് ഫങ്ഷൻ പ്ലസ് ഗ്രിൽ പ്ലസ് കൺവെക്ഷൻ മൂന്നും ചെയ്യാവുന്നതാണ്. മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ അതിൽ ചൈൽഡ് ലോക്ക് ഉണ്ട്, സ്റ്റീം ക്ലീൻ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ മെയിൻ ഫീച്ചർ നമ്മുടെ റൊട്ടേസറി ഫങ്ഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. എൽ ജിയുടെ മൈക്രോവേവ് കൺവെക്ഷനാണ് ഇത്. അതിൽ വേറെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഇത് പുറത്ത് വന്നിട്ട് MRP 18,490 ആണ്. സിൽവർ കളറാണ്. ഇതാ നമുക്കിതൊന്ന് പൊടിച്ച് നോക്കാം. 2 പിന്നുണ്ട്. ആ പിന്ന് അയച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് തുറക്കാം. ഇത് ഞാൻ ഓൺലൈനല്ല, ഇത് എൽ ജിയുടെ ഷോറൂം പോയി മേടിച്ചാണ്. ഇതെനിക്ക് വന്നിട്ട് 14,200 റുപ്പീസിനാണ് കിട്ടിയത്. ഇതാ ബോക്സ് തുറന്നാൽ നിങ്ങൾക്ക് 3 മാനുവൽ ഉണ്ട്, ഒരു ഗ്ലാസ് ട്രേ കാണാം, പിന്നെന്തോ റിങ് റൊട്ടേറ്റിംഗ് റിങ് ഉണ്ട് മുകളിൽ. ഇതാ നമുക്കിതൊന്ന് മാറ്റാം, തെർമോക്കോളൊന്ന് മാറ്റാം. ഇതാണ് മെയിൻ റൊട്ടേറ്റിംഗ് റിങ്. നമ്മുടെ മൈക്രോവേവ് കൊണ്ട് റൊട്ടേറ്റിംഗ് റിങ് ആണത്. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലാസ് ട്രേ. നമ്മൾ റൊട്ടേറ്റിംഗ് റിങ്ങിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഗ്ലാസ് ട്രേ ആണ്. ഇനി നമുക്ക് ഈ കവറൊക്കെ ഒന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സിൽവർ ഓവൻ. നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഇതാണ് എൽ ജി കൺവെക്ഷൻ ഓവൻ. ഇതിൽ നിങ്ങൾക്കൊരു വേറൊരു ഫീച്ചേഴ്സും കൂടി, നിങ്ങൾക്ക് ഗീ പനീർ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നല്ല അടിപൊളി ലുക്കാണ് നമ്മുടെ സിൽവർ കളർ കൺവെക്ഷൻ ഓവൻ. ഇത് എനിക്കൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിരുന്നു, ഷോറൂമിൽ നിന്ന് കിട്ടിയതാണ്. 2 ബൗൾസാണ്, ഗ്ലാസ് ബൗൾസ്. 800 ml 2 ഗ്ലാസ് ബൗൾസ്. ഇത് സ്റ്റാർട്ടർ കിറ്റിൻ്റെ ഒപ്പമല്ല, ഇത് കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായി കിട്ടിയതാണ്. സ്റ്റാർട്ടർ ഗിഫ്റ്റ് കൊണ്ട് നമ്മുടെ ഈ ഓവൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഓവൻ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓവൻ്റെ ഡോറ് തുറന്നു. ഈ തെർമോക്കോളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റാർട്ടർ കിറ്റ് വന്നിട്ട്. എന്തൊക്കെ സ്റ്റാർട്ടർ കിറ്റ് എന്ന് നമുക്ക് നോക്കാം. പതുക്കെ തോന്നി എടുക്കട്ടെ പുറത്തോട്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഓവൻ അകത്ത്, കണ്ടോ. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടർ കിറ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്റ്റാർട്ടർ കിറ്റിലുള്ള കുക്കിംഗ് അക്സസറീസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് വന്നിട്ട് റൊട്ടേസറി ബാർ ഹാൻഡിലാണ്. നമ്മുടെ റൊട്ടേസറി ബാർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക, ഹാൻഡിൽ വെച്ച് യൂസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇത് വന്നിട്ട് ഹൈ റാക്കും ലോ റാക്കും 2 റാക്കുകളാണ്. ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഹൈ റാക്കും ലോ റാക്കും അങ്ങനെ 2 റിങ്ങാണ് കിട്ടുക. പിന്നെ വന്നിട്ട് നമ്മുടെ റൊട്ടേസറി ബാർ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക. ഗ്രിൽ മോഡിൽ യൂസ് ചെയ്യുന്നതാണ് റൊട്ടേറ്റ് ആവും. നമ്മൾ ഗ്രിൽ ചെയ്യുമ്പോൾ സാധനം എല്ലാത്തോട്ടും ഈവൻലി കുക്കായി ഗ്രില്ലാവും. ഇങ്ങനെയാണ് ഈ ഹുക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുക ഈ റൊട്ടേസറി ബാർ. പിന്നെ വന്നിട്ട് നമ്മുടെ മൾട്ടി കുക്ക് തവയാണുള്ളത്. ഇത് വന്നിട്ട് നോൺ സ്റ്റിക്കാണ് തോന്നുന്നു. നോൺ സ്റ്റിക്ക് മൾട്ടി കുക്ക് തവയാണ്. ഇതിൽ നമുക്ക് റൊട്ടി ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനുള്ള നല്ലൊരു തവയാണ്. പിന്നെ കിട്ടിയത് എനിക്ക് 3 മാനുവൽസാണ്. ഒന്ന് വന്നിട്ട് ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് റെസിപ്പീസിൻ്റെ ഒന്നാണ്. പിന്നെ വന്നിട്ട് ഓണേഴ്സ് പിന്നെ ഒന്ന് വന്നിട്ട് റെസിപ്പി മാനുവൽ. അങ്ങനെ 3 മാനുവൽസാണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ റിങ് ഇതിൻ്റെ ഉള്ളൊന്ന് വെച്ച് നോക്കാം, എങ്ങനെ വെക്കാൻ നോക്കാം. റൊട്ടേറ്റിംഗ് റിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം, സെറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു റെയിൽ മാതിരി ഒരു കാണുന്നുണ്ട്. ആ റെയിൽ ഇതിലാണ് നമ്മൾ ഈ റൊട്ടേറ്റിംഗ് റിങ് വയ്ക്കേണ്ടത്. ഈ റൊട്ടേറ്റിംഗ് റിങ്ങിൻ്റെ മുകളിൽ ഇനി നമ്മൾ നമ്മുടെ ഗ്ലാസ് ട്രേ വയ്ക്കും. ഈ ഗ്ലാസ് ട്രേ നമുക്ക് ഈ റൊട്ടേറ്റിംഗ് റിങ്ങിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മൈക്രോവേവ് ഗ്രിൽ ഒക്കെ ബേക്ക് ഒക്കെ ചെയ്യേണ്ടത്. ഇതിൻ്റെ മീതെ നമ്മൾ മറ്റേ സ്റ്റാൻഡോ
എന്താ വെച്ചാൽ വയ്ക്കും. 2 റാക്കുകളിലൊക്കെ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, താഴേക്ക് ഈ ഗ്ലാസ് ട്രേയുടെ മുകളിൽ വയ്ക്കുക. ഇത് വന്നിട്ട് പെർമനൻറ്റ് ഫിക്സാണ്. ഈ ഗ്ലാസ് ട്രേ നിങ്ങൾക്ക് പിന്നെ വന്നിട്ട് ഇതിലുള്ള നമ്മുടെ കൺട്രോൾ പാനലാണ്. അതിൽ ആദ്യം വന്നിട്ട് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ക്ലിയർ 3 ബട്ടണാണ്. ദെൻ നോബ്, ടെമ്പറേച്ചർ, വെയിറ്റ്, അതേപോലെ ടൈം കൂട്ടാനും കുറയ്ക്കാനുള്ള നോബാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ 3 മൈക്രോവേവ്, ഗ്രിൽ, കോമ്പിനേഷൻ, കൺവെക്ഷൻ, അങ്ങനെ 3 കൺട്രോൾ പാനുകളാണ്. ഒന്ന് മൈക്രോവേവ് മോഡിൽ യൂസ് ചെയ്യാറുള്ളത്, പിന്നെ വന്നിട്ട് ഗ്രിൽ പ്ലസ് കോമ്പിനേഷനിൽ യൂസ് ചെയ്യാറുള്ളത്, പിന്നെ മൂന്നാമത് വന്നിട്ടാണ് നമ്മുടെ കൺവെക്ഷൻ മോഡ്. പിന്നെ വന്നിട്ട് ഒരു 6 ബട്ടൺസ് ഉണ്ട്. ഇതിലാണ് നമ്മുടെ 251 റെസിപ്പീസ്, ഓട്ടോ കുക്ക് റെസിപ്പീസ് ഉള്ളത്. ഈ 6 ബട്ടൺസ് യൂസ് ചെയ്താണ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മറ്റേ റെസിപ്പിയിൽ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ഒന്ന് വന്നിട്ട് ഡയറ്റ് ഫ്രീ, ലോ കാലറി, പിന്നെ വന്നിട്ട് തന്തൂരി സേ, ഇന്ത്യൻ റൊട്ടി ബാസ്ക്കറ്റ്, പിന്നെ ഇന്ത്യൻ കസിൻ, ടീ ഡിലൈറ്റ്, പിന്നെ സ്റ്റീം ക്ലീൻ, പനീർ കർഡ്, ഗീ ഓർ ദോശ, അങ്ങനെ 3 ഫീച്ചർ 6 എണ്ണമുള്ളത്. ആദ്യമായി നമുക്ക് ഇത് ഒരു ഡെമോ കാണിക്കാം. ചൂടുവെള്ളം നമുക്ക് ഈ മൈക്രോവേവിലൊന്ന് വെള്ളം ചൂടാക്കി നോക്കാം. അതിനായി ബോളിൽ ലേശം വെള്ളം എടുത്ത് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ 30 സെക്കൻഡ്സ് ആണ് വരിക. പിന്നത്തെ രണ്ടാമത് പ്രസ് ചെയ്താൽ +30 60 സെക്കൻഡ്സ് ആവും. അങ്ങനെ 30 വെച്ചിട്ടാണ് ഇത് കൂടുക. പിന്നെ അതിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ നോബ് യൂസ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയും കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിത് ഉള്ളിൽ വെള്ളം ചൂടായണോ എന്ന് ഇടയ്ക്ക് വെച്ച് നോക്കണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ക്ലിയർ ബട്ടൺ ഞെക്കിയിട്ട് ഡോർ തുറന്ന് നോക്കാവുന്നതാണ് ചൂടായണോ ഇല്ലേന്ന്. നമുക്കൊന്ന് നോക്കി വെക്കാം. സ്റ്റോപ്പ് ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തു, തുറന്ന് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചൂടായണോ എന്ന് നോക്കാം. ഇല്ല, ലേശം കൂടിയും ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഡോർ ക്ലോസ് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ 49 സെക്കൻഡ്സിന് അത് കണ്ടിന്യൂ ആയിക്കോളും. പിന്നെ കഴിഞ്ഞാൽ അത് എൻഡായി 0യിൽ നിൽക്കും, ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. നമ്മുടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ മൈക്രോവേവ് സേഫ് ബൗൾ യൂസ് ചെയ്തിട്ട് വെള്ളം ചൂടാക്കാൻ പാടുള്ളൂ. ഒറ്റ ക്ലിക്കിൽ സ്റ്റോപ്പായിട്ടുണ്ട്, 0 വന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൈക്രോവേവ് ഓഫ് ആവും. ഇത് വന്നിട്ട് നമ്മുടെ റെസിപ്പി ബുക്കാണ്. ഇതിൽ എല്ലാ റെസിപ്പീസിൻ്റെയും എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വന്നിട്ട് ഡയറ്റ് ഫ്രീ ലോ കാലറി റെസിപ്പീസാണ്. അതിൽ പ്ലസ് കോഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പി സെലക്ട് ചെയ്തിട്ട് കോഡ് നോക്കിയിട്ട് പേജ് നമ്പർ നോക്കിയിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ റെസിപ്പി മാനുവലിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഓട്സ് കട്ട്ലേറ്റിൻ്റെയാണ്. അത് വന്നിട്ട് DF18 പേജ്, കോഡ് DF18 ആണ്. എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഓട്സ് കട്ട്ലേറ്റ് ഉണ്ടാക്കേണ്ടത്, എങ്ങനത്തെ യൂട്ടൻസിലാണ് യൂസ് ചെയ്യേണ്ടത്, ക്വാണ്ടിറ്റി എത്രയാണ്, എങ്ങനെ മെത്തേഡ് ഒക്കെ എല്ലാം നമ്മുടെ ഈ യൂസർ മാനുവൽ റെസിപ്പി ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രകാരം നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡെമോ ചെയ്ത് നോക്കാം. ദോശ ആൻഡ് ഗീ. നമുക്ക് ഗീ ചൂടാക്കാം. അതിനുകൊണ്ട് ദോശ ആൻഡ് ഗീയിൽ പോയിട്ട് ഗീയുടെ കോഡാണ് GH1. GH1 എന്നുള്ള പേജ് നമ്പർ നോക്കിയിട്ട് അതിൽ നോക്കിപ്പോയാൽ അതറിയാൻ പറ്റും എന്ത് യൂട്ടൻസിൽ ഗ്ലാസ് ബൗൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ മൈക്രോവേവ് സേഫ് ബൗൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ മൈക്രോവേവ് സേഫ് ബൗളിൽ ലേശം വെണ്ണ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നെയ്യാക്കാം. അപ്പോൾ നമ്മൾ മൈക്രോവേവ് തുറന്ന് അതിനകത്ത് ഈ ബൗൾ വെച്ച് ഈ ഗ്ലാസ് ട്രെയിന് മേലെ ഈ ബൗൾ വെച്ചിട്ട് ഡോർ ക്ലോസ് ചെയ്ത് നമ്മൾ എൻഡ് ക്ലിയർ എന്നുള്ള ബട്ടണിൽ പോകുമ്പോൾ 0 വരും. പിന്നെ ഗീ ദോശ എന്നുള്ള ബട്ടണിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ദോശ 1 അത് വന്നു. ഇനി ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ GH1 വന്നു. പിന്നെ നോബ് അല്ലെങ്കിൽ നോബ് തിരിച്ചാൽ മതി. നോബ് തിരിച്ചാൽ GH1 വന്നു. ഇനി സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ടൈം എടുത്തിട്ട് ക്വാണ്ടിറ്റി വെയിറ്റിനനുസരിച്ചിട്ട് ടൈം എടുത്തിട്ട് ഇത് ഓട്ടോമാറ്റിക് റൺ ആവുന്നുണ്ടോ കുക്കാവും. ഇനി കുറച്ച് കഴിഞ്ഞൊരു ഒരു ബീപ്പ് സൗണ്ട് വരും. ബീപ്പ് സൗണ്ട് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ക്ലിയർ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ തുറന്ന് ഒന്ന് നമ്മുടെ അകത്തിരിക്കുന്ന വെണ്ണ ഒന്ന് ഇളക്കി കൊടുക്കണം. പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല. പ്ലാസ്റ്റിക് സ്പൂണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റീൽ സ്പൂണോ
സിലിക്കോൺ സ്പൂണോ വല്ലതും വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബീപ്പ് സൗണ്ട് വരുമ്പോൾ നിങ്ങൾ ഡോർ തുറക്കാൻ പാടുള്ളൂ. ബീപ്പ് സൗണ്ട് വരുമ്പോൾ സ്റ്റോപ്പ് ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ തുറന്ന് ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം തിരിച്ചും ഡോർ അടച്ച് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുക. ഓട്ടോമാറ്റിക്കലി അത് 3 minutes 15 seconds കണ്ടിന്യൂ ആയിക്കോളും. ഡോർ അടച്ച് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്യുന്നു അവിടുന്ന്. ഇനി നമ്മുടെ ഇത് ഗീ തയ്യാറായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എൻഡ് എന്ന് കാണിക്കും. മുകളിൽ സ്ക്രീനിൽ എൻഡ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ക്ലിയർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 minutes കഴിഞ്ഞിട്ട് ഇതെടുത്താൽ മതി. ബൗൾ നല്ല ചൂടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് സേഫ് ഗ്ലൗസ് യൂസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. എന്നാണ് ഇതാ ഈ സ്റ്റോപ്പ് ക്ലിയർ ബട്ടണിൽ എൻഡിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്താൽ 0 എന്ന് വരും. പിന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ അത് പവർ ഓഫ് ആവും. ഞാൻ ഡോർ തുറക്കുകയാണ്. ഡോർ തുറന്ന് നമ്മുടെ ഗീ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുന്ന സെയിം അതേമാതിരി നമ്മുടെ ഗീ തയ്യാറായിട്ടുണ്ട്. ഇത് വെറും 13 minutes എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് താഴെ ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗീ ഇതാ ഇങ്ങനെയാണ് റെഡി ആയിരുന്നു. ഇനി വെറും 13 minutes എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ LG മൈക്രോവേവ് മോഡൽ MC2886 SFU മോഡലിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പ്ലസ് ഡെമോ. നല്ലൊരു മോഡലാണിത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അകത്ത് വെച്ച് നമ്മളുടെ ആ ഗ്ലാസ് ട്രേ കഴുകുമ്പോൾ എപ്പോഴും ചൂടോടെ എടുത്ത് കഴുകരുത്, എന്നാൽ ഗ്ലാസ് ട്രേ പൊട്ടും. തണുത്തതിന് ശേഷം മാത്രമേ കഴുകാൻ പറ്റുള്ളൂ. ഇതിൽ മറ്റൊരു ഫെസിലിറ്റിയാണ് സ്റ്റീം ക്ലീനിങ്. മൈക്രോവേവിനകത്ത് വല്ലാതെ മണമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബൗളിൽ വെള്ളമെടുത്ത് അതിൽ ലേശം നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു മോഡലാണ്. ഈ ഓവൻ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ അയച്ചാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.